നാരായണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ മാനാതീത ഗുണാകര സുമനസാമഗ്രേ സരശ്രീപതി ധ്യാനാവസ്ഥിത മാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാശയ നാനാശാസ്ത്ര വിശാരദ പ്രണിപതൽ ഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര മൂകം കരോതി വാചാലം പങ്കും ലങ്കയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ബാലകൃഷ്ണം വരം ഗുരും വാഗീശാദ്യാ സുമനസാം സർവാർത്ഥാനാമുപക്രമേ എന്നത്വാകൃതകൃത്യാ സൃഷ്ടം നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീ അക്ഷമാലാം ദദാനാം ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണാം ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാസമാന സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ജന്മാദ്യസ്യ യതോന്വയാലിതരതച്ചാപ്യേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാം തേജോ വാരിമുദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മ പ്രോജ്ജിത കൈതഗോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമന്ത്രവസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ വരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേ ത്രികൃതിഭിശ്രുഷുഭിത്തക്ഷണാൽ നിഗമകൽപതരോർഘളിതം ഫലം ശുഖമുഖാദമൃതദ്രവസംയുധം വിപദ ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയ യം പ്രവ്രജന്തമനുപേതമഭേദകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവാ പുത്രേ ോപിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്വാനുഭാവമഖില ശ്രുതിസാരമേകമധ്യാത്മദീപമതിരിഷതന്തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണ ഗുഹ്യം തം വ്യാസസൂനുപയാമി ഗുരും മുനീനാം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ
സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരകാ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതം പുരതോ മമ. ഭൂതേർമഹദ്ഭിര്യൈമാ പുരോ വിഭുർനിർമായ ചേതേദമോഷു പുരുഷ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം വിശിഷ്ട ഭഗവാൻ ഭജാംസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. ശ്രീകൃഷ്ണായ നമോ നമഃ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായിട്ടുള്ള നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 90 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ജ്ഞാനയജ്ഞത്തില് ഇന്നത്തെ നമ്മൾ അനുസ്മരിക്കുന്ന വിഷയം കാത്യായനി വ്രതവും ഗോപി വസ്ത്രാപഹരണവും ആണ്. അപ്പൊ ഭഗവാന്റെ ആ ഒരു ദിവ്യമായിട്ടുള്ള ലീല, ഗോപസ്ത്രീകളെ എങ്ങനെ ശരിക്ക് ഭക്തിയുടെ പരമകാഷ്ഠയിൽ എത്തിച്ച് ആ ഭക്തി എന്ന ഒരനുഷ്ഠാനം കൊണ്ട് തന്നെ അവർക്ക് പരമപദത്തെ അനുഭവിപ്പിക്കാൻ കഴിയുമോ ആ നിലയിലേക്ക് ഭഗവാൻ അവരെ ഉയർത്തുകയാണ്. അപ്പൊ ഭക്തി കൊണ്ട് മുക്തിയിലേക്ക് എത്താൻ പറ്റും എന്ന് കാണിക്കാൻ ഭഗവാൻ തന്നെ തെരഞ്ഞെടുത്ത ഉദാഹരണമാണ് ഗോപസ്ത്രീകള്. പ്രമാണം തത്ര ഗോപികാഹ എന്ന് മാഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭക്തി കൊണ്ട് മുക്തി സിദ്ധിക്കും എന്ന് കാണിക്കാൻ പ്രമാണം ഗോപികളാണ് എന്നാണ്. അപ്പൊ ആ ഭക്തിയുടെ ശരിക്കാ ആഗ്രഹങ്ങളുടെ കണിക പോലും ഇല്ലാത്ത തരത്തില് മനസ്സിനെ അങ്ങേയറ്റം ശുദ്ധമാക്കിയിട്ടുള്ള ഗോപസ്ത്രീകള് ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ലൗകികവുമായിട്ടുള്ള കാര്യങ്ങളെ ഒക്കെ വെടിഞ്ഞ് പൂർണ്ണമായിട്ട് ഭഗവാനിൽ തന്നെ ലയിച്ച് ആ അനുഭവം അനുഭവിക്കുന്ന അവസ്ഥ അതാണ്. അപ്പോ അതിനാണ് ഭഗവാൻ തന്റെ വേണുനാദത്തിലൂടെ ആ ഗോപസ്ത്രീകളെ ശരിയായിട്ട് അനുഗ്രഹിക്കുകയാണ്. ആ ഗോപസ്ത്രീകൾ സ്മരിക്കുകയാണ് ആ ഭഗവാന്റെ വേണുഗാനത്തിന്റെ ഭാവത്തെ. ആ വേണുഗാനത്തിലേക്ക് കടന്നപ്പോ അത്യാകർഷകമായിട്ടുള്ള, അത്യന്തം ആകർഷകമായിട്ടുള്ള അവിടുത്തെ വേണുനാദം സർവജീവികളെയും ആകർഷിച്ചു എന്നാണ്. ഭഗവാന്റെ വേണുനാദം എന്ന് വെച്ചാൽ നാദം ബ്രഹ്മം തന്നെയാണ്. വിശിഷ്യാണ് അന്തഗോകുലത്തിലെ ഗോപസ്ത്രീകള് പ്രത്യേകമായിട്ടും അവരെ ആകർഷിക്കപ്പെട്ടു ഈ വേണുനാദത്തില്. അവർക്ക് ഒരു നിമിഷമെങ്കിലും കൃഷ്ണനെ കാണാതെയോ കൃഷ്ണനോട് കൂട്ടിച്ചേരാതെയോ ഇരിക്കാൻ വയ്യ എന്നൊരവസ്ഥ സംജാതമാകുകയാണ്. വൈകുന്നേരമായാൽ കൃഷ്ണനെ കാണാനുള്ള ബദ്ധപ്പാട് കൊണ്ട് കൃഷ്ണനെ തന്നെ ആ വരുന്ന വഴിയിലേക്ക് നോക്കി കാത്തു നിൽക്കും. മധ്യാഹ്ന സമയത്തോ എല്ലാവരും കൂടിച്ചേർന്ന് കൃഷ്ണന്റെ മഹാത്മ്യങ്ങളെയും കഥകളെയും പറഞ്ഞ് രസിക്കും. പ്രഭാതകാലത്ത് കൃഷ്ണൻ തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവല്ലോ എന്ന വേദനയോട് കൂടിയിട്ട് ഭഗവാന്റെ പോക്കിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ കണ്ണിൽ നിന്ന് ഇപ്പോ മറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലെത്തിയിട്ട് കൃഷ്ണൻ ചെയ്യുന്ന ലീലകളെയും വേണുഗാനത്തെയും ഭാവനയിൽ കൂടെ കണ്ടും കേട്ടും ആസ്വദിക്കുകയാണ്. അതുപോലെ ഇങ്ങനെ കൃഷ്ണനെ തന്നെ എല്ലാ പ്രകാരത്തിലും ആസ്വദിച്ചുകൊണ്ടും കൃഷ്ണനോട് കൂടിച്ചേർന്ന് ഒന്നാവുന്നില്ലല്ലോ എന്ന ആ മധുരമായിട്ടുള്ള വേദനയെ അസഹ്യമായിട്ടുള്ള ഭാവത്തിൽ അനുഭവിച്ചുകൊണ്ട് ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയാണ്. അപ്പൊ അവര് ശരിക്ക് ആ എല്ലാ പ്രകാരത്തിലും കൃഷ്ണനെ ആസ്വദിക്കുകയാണ്. ആസ്വാദനമൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ കൃഷ്ണനോട് കൂടിച്ചേർന്ന് ഒന്നാവാൻ പറ്റണില്ലല്ലോ എന്നതാണ് അവരുടെ ആ വേദന. അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായിട്ട് നീങ്ങുന്നോറും ആ ഗോപസ്ത്രീകളുടെ കൃഷ്ണപ്രേമം വളർന്ന് 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 അതിന്റെ ഉച്ചകോടിയിലെത്തി എന്നാണ് ശാസ്ത്രം പറയുന്നത്. കൃഷ്ണനെ തന്നെ എല്ലായ്പ്പോഴും ആ സ്മരിച്ചും കീർത്തിച്ചും പൂജിച്ചും ആദരിച്ചും കഴിയാണ് ഇപ്പൊ ഗോപസ്ത്രീകള്. അങ്ങനെ ആ സർവപ്രകാരത്തിലും കൃഷ്ണനെ ആശ്രയിച്ചതോടുകൂടെ അവർക്ക് മറ്റൊരു കാര്യത്തിലും ശ്രദ്ധയില്ലാത്ത അവസ്ഥയായി. ഇതാണ് ആ ലോക വേദ വ്യാപാരന്യാസ എന്ന് നാരദ മഹർഷി പറഞ്ഞതിന്റെ ഭാവം. വീട്ടുകാര്യങ്ങളും അതുപോലെ തന്നെ തങ്ങളുടെ ആഹാരാദി കാര്യങ്ങളിൽ കൂടിയും പലപ്പോഴും അവർക്ക് ശ്രദ്ധയില്ല, അടക്കം മറക്കുകയാണ്. വീട്ടുകാര്യങ്ങൾ മറന്നു, സ്വന്തം ശരീരത്തിന്റെ ആഹാര വിഹാരാദി കാര്യങ്ങളെ കുറിച്ചും ഒക്കെ മറക്കുകയാണ്. ഭക്ഷണം പോലും കഴിക്കാൻ മറക്കാൻ തുടങ്ങിയവര്. മധ്യാഹ്ന സമയങ്ങളിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നിട്ട്
ഭാവനയിൽ കൂടെ കൃഷ്ണനെ കണ്ടുകൊണ്ട് കൃഷ്ണ മാഹാത്മ്യങ്ങളെ ഇങ്ങനെ കീർത്തിക്കുകയാണ് എന്നാണ്. അങ്ങനെ ആ കീർത്തനം തുടങ്ങുമ്പോഴേക്ക് തന്നെ ഗോപസ്ത്രീകള് ശരിക്ക് സമാധിസ്ഥന്മാരായിട്ടുള്ള മഹർഷിമാരെ പോലെ അവര് ശരിക്കെല്ലാം മറന്നു നിൽക്കുന്ന ഒരവസ്ഥ. ആ കീർത്തനമൊന്നും അവർക്ക് മുഴുമിപ്പിക്കാൻ കഴിയുന്നില്ല എന്നാണ്. എപ്പോഴും ശരീരം മുഴുവൻ രോമാഞ്ചം അനുഭവിച്ചു അവര്. എപ്പോഴും കണ്ണുകള് ആ ആനന്ദാശ്രുക്കളെ കൊണ്ട് പൂർണ്ണങ്ങളായിരുന്നു എന്നാണ്. ഗോപികളുടെ ഈ പ്രേമഭക്തി അത്ഭുതകരമായ വർണ്ണത്തില് വളർന്നു വരികയാണ്. ഇവരുടെ ഈ പ്രേമഭക്തി കണ്ടപ്പോ ഋഷികളും സിദ്ധന്മാരും അവരൊക്കെ അത്ഭുതപ്പെടുകയാണ്. ഇങ്ങനെ ഒരു ഭക്തിയുടെ പ്രഭാവമോ? അതിന് പ്രത്യേകിച്ച് പറയേണ്ട ഉദ്ധവൻ ആ ഉദ്ധവ ദൗത്യത്തില് ഉദ്ധവൻ വന്ന ഗോപസ്ത്രീകളെ ആശ്വസിപ്പിക്കാനായിട്ട് ഭഗവാന്റെ ദൂതും കൊണ്ട് വന്ന സമയത്ത് പറയേണ്ട ഗോപികളെ, നിങ്ങളെ പോലുള്ള ഭക്തി ഉണ്ടായാൽ കൊള്ളാമെന്ന് മഹർഷിമാര് പോലും ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോ അവരുടെ കൃഷ്ണകഥാ കീർത്തനങ്ങള് ഏത് സമയത്തും ആകാശത്തിൽ ഇങ്ങനെ മാറ്റിലുകൊള്ളുകയാണ്. ഇപ്പൊ എന്താ അവരുടെ ഭാവന? കാട്ടുപൂക്കളെ കൊണ്ടും ചെന്തളിരുകളെ കൊണ്ടും അലങ്കരിച്ച ആ നീലത്തിരുമേനിയില് വീരത്തിരുമുടിയും ഗോപിക്കുറിയും പീതാംബരവും വനമാലയൊക്കെ അലങ്കരിച്ച് പടർന്ന് പന്തലിച്ച് ആൽവൃക്ഷത്തിന്റെ തറയിൽ കയറി നിന്ന് വലത് കാല് ഇടത് ഭാഗത്തേക്ക് പിണച്ചു വെച്ച് ശിരസ് അല്പം വലത്തോട്ട് ചായച്ച് തിരുമുഖത്ത് ആ വലത്തോട്ട് നീട്ടിയ ആ ഓടക്കൊള്ളിന്റെ ദ്വാരങ്ങളെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന കൃഷ്ണനെയും ആ വേണുവിൽ കൂടെ പുറത്തു വന്ന ലോകം മുഴുവൻ നിറയുന്നതായ ആ നാദബ്രഹ്മാമൃതത്തെയും ആ വാരി കുടിക്കാനുള്ള ബന്ധപ്പാടോടുകൂടെ 4 ഭാഗവും ആ തിക്കി രോമാഞ്ചം കൊണ്ട ഋഷികളെയും അവര് ഭാവനാദൃഷ്ടിയിലൂടെ കണ്ടുകൊണ്ട് കീർത്തിക്കുകയാണ്. അവര് പറയണു, എന്താ അല്ലയോ ചങ്ങാതിമാരെ, നാം വേണ്ടത്ര സുഹൃതം ചെയ്ത കൂട്ടരല്ല. എന്താ നമ്മളെക്കാളും സുഹൃത്തിനികൾ വേറെ ഉണ്ട്. ജഡമായിട്ടുള്ള ഓടക്കുഴലിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ജഡമായിട്ടുള്ള ഓടക്കുഴലിന് പോലും കിട്ടുന്ന കൃഷ്ണ സമ്പർക്കം നമുക്കില്ലല്ലോ. കാട്ടിലെ പക്ഷിമൃഗാദികള് ആസ്വദിക്കുന്നതായിട്ടുള്ള നാദം ബ്രഹ്മാമൃതം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ലല്ലോ. കാട്ടിലുള്ള ക്ഷുദ്രജീവികൾ കൂടി കണ്ണ് നുകരുന്ന ആ പുണ്യം നിറഞ്ഞ ആ ഭഗവാന്റെ പൂവുടല് അത് അവരൊക്കെ ആസ്വദിക്കുന്നത് നമുക്കത് നേരെ കാണാൻ പറ്റണില്ല. അതുപോലെ ആടുന്ന മയില്, പാടുന്ന കുയില്, കൂട്ടം കൂട്ടിക്കൊണ്ട് പുല്ല് മേയുന്നതായിട്ടുള്ള ആ മാൻപേടകളൊക്കെ എത്ര സുഹൃതം ചെയ്ത കൂട്ടരാണ്. അവ എല്ലാം മറന്ന് കൃഷ്ണനെ തന്നെ ആസ്വദിക്കുകയാണ്. ആകാശത്തിലൂടെ ആ വിമാനങ്ങളിൽ പോകുന്ന ദേവസ്ത്രീകള് കൃഷ്ണ ദർശനം കൊണ്ട് ആ പ്രേമാവിഷ്ടകളായിട്ട് പൂമഴ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രേമം എന്ന് വെച്ചാൽ അർത്ഥം നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മലയാളത്തിൽ ഈ പ്രേമം എന്ന് വെച്ചാല് നമ്മൾ ആ സ്നേഹിക്കുന്ന വസ്തു നമ്മൾ രണ്ടല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചില്ല. ആ മുമ്പിൽ നിൽക്കുന്ന ആളെ ശരിക്ക് തന്നിൽ നിന്ന് ഭിന്നഭാവത്തോടുകൂടി കാണാത്തൊരവസ്ഥ, താനും അതും ഒന്നാണ് എന്നുള്ള അവസ്ഥയുടെ പേരാണ് ഈ പ്രേമം എന്നുള്ളത് എന്നാണ്. അപ്പൊ അതുപോലെ തന്നെ പുല്ലുകള്, ചെടികള്, കല്ലുകള്, അതുപോലെ ഒഴുകണ നദി, ഉറച്ചു നിൽക്കുന്ന ആ ഗോവർദ്ധന പർവ്വതം ഒക്കെ ധന്യധന്യങ്ങളാണ് എന്നാണ് അവര് പറയുന്നത്. ആ രാമകൃഷ്ണന്മാരുടെ പാദസ്പരിശം കൊണ്ട് അവയൊക്കെ എത്രയോ പരിഭൂതങ്ങളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്രകാരമുള്ള കീർത്തനങ്ങളെ കൊണ്ടും ഭാവനകളെ കൊണ്ടും ഗോപികളുടെ ജീവിതത്തിന്റെ സകല വശവും കൃഷ്ണപ്രേമം കൊണ്ട് നിറഞ്ഞ് ആ ജീവിതം തന്നെ കൃഷ്ണമയമായി എന്ന് പറയുന്നതിൽ അതിശയമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരദ് ഋതു ഒക്കെ അവസാനിച്ച് ഹേമന്ത ഋതു ആരംഭിക്കുന്നത് എന്നാണ്. ഈ മഞ്ഞ് പൊഴിയുന്നതായിട്ടുള്ള ആ ശീതകാലം പ്രകൃതിയെ മരവിപ്പിച്ചു എങ്കിലും ഗോപികളുടെ കൃഷ്ണപ്രേമത്തിന് കൂടുതൽ ചൂട് പിടിപ്പിക്കുകയാണ് ചെയ്തത് ആ ഹേമന്ത മാസം എന്നാണ്. അവർക്ക് എന്തെങ്കിലും ചിലത് ചെയ്യാണ്ട് അടങ്ങിയിരിക്കാൻ വയ്യ എന്ന നില വരികയാണ്. കൃഷ്ണന് വേണ്ടിയിട്ട്, കൃഷ്ണനെ കിട്ടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് അവരിങ്ങനെ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് ഇനി കാത്യായനി വ്രതത്തിലേക്ക് കടക്കുന്നത് 22ാമത്തെ അധ്യായത്തിൽ എന്നാണ്. അവര് പറഞ്ഞു, ആ ശുഖമഹർഷി പറയണ ഹേമന്തേ പ്രഥമേ മാസി നന്ദവ്രജകുമാരികാ ചേരുർഹവിഷ്യം ഭുഞ്ജാന കാത്യായന്യർച്ചന വ്രതം. ശുഖമഹർഷി പറയാണ്, ഹേമന്തം ആരംഭിച്ച് 1ാമത്തെ മാസത്തിൽ തന്നെ, അതായത്
ഇപ്പോ ഹേമന്ത് അതായത് വൃശ്ചികം ധനു മാസങ്ങളിലുള്ള ആ ഭാവത്തെയാണ് വർണ്ണിക്കുന്നത്. ഇപ്പോ നന്ദഗോപന്റെ വ്രതത്തിലുള്ള കുമാരിമാര് അല്ലെങ്കിൽ ഗോപസ്ത്രീകള് ശ്രീകൃഷ്ണനെ ഭർത്താവായിട്ട് ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അതായത് ഈ കാട്ടില് വരുന്നെല്ല് കിട്ടും, ആ വരുന്നെല്ലില് ആ അരി എടുത്തിട്ട് അത് പാകം ചെയ്ത് അത് ഭഗവാന് നിവേദിച്ച് അത് പ്രസാദമായിട്ട് കഴിച്ച് കാത്യായനി പൂജ വ്രതം ആരംഭിക്കുകയാണ്. ഇപ്പോ ആ സൂര്യോദയത്തിൽ തന്നെ നമ്മൾ ഈ ധനുമാസത്തിലെ തിരുവാതിരയൊക്കെ ആഘോഷിക്കില്ല, അതന്നെയാണ് ഈ കാത്യായനി പൂജ എന്നാ തോന്നുന്നത്. അത് ആ തിരുവാതിരക്കൊക്കെ ഈ കുളിക്കാൻ പോകുമ്പോഴൊക്കെ ചില നിയമമുണ്ട്. പണ്ടൊക്കെയാണ്, ഇപ്പൊ പിന്നെ തിരുവാതിര കുളിയോ അതുപോലെ തന്നെ മറ്റു ഭാവങ്ങളൊന്നുമില്ല, ഒക്കെ അന്യം നിന്ന് പോയിരിക്കുകയാണ്. പണ്ടൊക്കെ പറയും അശ്വതി നാള് അശ്വമുഖം കാണുന്നതിന്റെ മുമ്പേ പോണം കുളിക്കുക എന്നാണ്. അതുപോലെ തന്നെ മകൻ നാള് മകൻ ഉണരണതിന്റെ മുന്നേ പോണം. അന്ന് ചെറിയ കുട്ടികളൊക്കെ പെട്ടെന്ന് ഉണരും. അപ്പൊ അവർ ഉണരണതിന്റെ മുന്നേ പോയി കുളിച്ചിട്ട് വരണം. സമീപത്തുള്ള സ്ത്രീകളെയൊക്കെ വിളിക്കും. പണ്ടൊക്കെ എനിക്ക് ആ ഓർമ്മയുടെ മുത്തശ്ശിയുടെ കൂടെ കുളിക്കാൻ പോയതൊക്കെ. അപ്പൊ അടുത്തുള്ള കാത്യായനിയെ അതായത് അമ്മൂട്ടി എന്നൊക്കെ വിളിച്ച് അവരെയൊക്കെ കൂട്ടിയിട്ട് സൂര്യോദയത്തിൽ തന്നെ കാളിന്തി ചെന്ന് കുളിച്ചിട്ട് കരിയില് മണല് കൊണ്ട് ദേവിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ പൂജയും അർച്ചനയും ഒക്കെ നടത്തുകയാണ്. എങ്ങനെയാ? ശരിക്കും രാവിലെ നേരത്തെ എഴുന്നേറ്റ് അവിടെ പോയി കുളിച്ച് ആ കുളിയൊക്കെ കഴിഞ്ഞാല് മണ്ണ് കൊണ്ട് ആ ദേവിയുടെ ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് അതില് അവര് കൊണ്ടുവന്ന ഗന്ധൈർ മാല്യൈ സുരഭിഭിർ ബലിഭിർ ധൂപദീപകൈഹി ഉച്ചാവചോപഹാരേ പ്രഭാളബലതണ്ടുലൈ, ചന്ദനം, അതുപോലെ നല്ല മാലകള്, ധൂപം, ദീപം, അതുപോലെ ഇതൊക്കെ ദേവിക്ക് സമർപ്പിക്കുകയാണ്. ആ പലതരം നിവേദ്യങ്ങള്, അക്ഷതം, ഫലവർഗങ്ങള് ഇതൊക്കെ സമർപ്പിച്ച് ദേവിയെ പൂജിക്കുകയാണ്. ആ ദേവിയെ പൂജിച്ചിട്ട് എന്താ ദേവിയോട് ചെയ്യുന്ന പ്രാർത്ഥന എന്നാണെങ്കിൽ എന്താ ഇവിടെ പറയണത്? കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരു തേ നമഃ. ഇതാണ് അവരുടെ പ്രാർത്ഥന. ഈ മന്ത്രം ജപിച്ചിട്ടാണ്. എന്താ? അല്ലയോ മഹായോഗിനിയായിട്ടുള്ള കാത്യായനി മഹാമായേ, ആ സർവേശ്വരി നന്ദഗോപകുമാരനായിട്ടുള്ള കൃഷ്ണൻ ഞങ്ങളുടെ പതിയായിട്ട് വരാൻ അനുഗ്രഹിക്കണേ എന്നാണ് ആ ദേവിക്ക് നമസ്കാരം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അപ്പൊ അങ്ങനെ ആ ദേവിയെ ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടാൻ ദേവിയെ ഒരു മീഡിയേറ്റർ വേണമല്ലോ അല്ലെ? അപ്പോ ദേവിയിലൂടെ ആ കൃഷ്ണനെ ഭർത്താവായിട്ട് കിട്ടണം എന്ന ഭാവത്തിലാണ് അവര്. എന്താ ഈ ഭർത്താവ് എന്നൊക്കെ വെച്ചാല് ശരിക്ക് വെറും ശരീരത്തിന്റെ ഉടമസ്ഥൻ എന്ന് ധരിക്കരുത്. അതായത് ഗതിർ ഭർത്ത പ്രഭു സാക്ഷി, ഗീതയിൽ ഭഗവാൻ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. എല്ലാവരുടെയും ഗതിയും ഭർത്താവുമായിട്ടിരിക്കുന്നത്, പ്രഭുവായിട്ട് സർവസാക്ഷിയായിട്ട് വിളങ്ങുന്നത് ഭഗവാൻ. അപ്പൊ എല്ലാവരുടെയും നാഥനായിട്ട്, ജീവന്റെ നാഥനായിട്ട് വരണം എന്നാണ്. അപ്പോ ഭർത്താവ് എന്ന് വെച്ചാല് ഭരണ ചുമതലയുള്ള ആള് എന്നാണ് വാക്കിന്റെ അർത്ഥം. അപ്പൊ ജീവന്റെ ഭരണ ചുമതല ഈശ്വരൻ ഏറ്റെടുക്കണേ എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. അല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭർത്താവിനെ പോലെയൊന്നും അല്ല. അതൊക്കെ ശരീരത്തിന്റെ നാഥൻ എന്ന ഭാവത്തിലേ വരുള്ളൂ. ഇവര് മനസ്സിനെ ശുദ്ധി വരുത്തോറും അവരുടെ ശരീരഭാവന അകന്നകന്നകന്ന് പോയിട്ട് അവർ ആത്മാവിനോട് കൂടി അടുത്തടുത്ത് വരികയാണ്. അപ്പൊ ആത്മാവിനെ പൂർണ്ണമായിട്ട് തന്നിൽ താനായിട്ട് അനുഭവിക്കണം, അതാണ് അവരുടെ ഉദ്ദേശം എന്നാണ്. അങ്ങനെ ദേവിയെ പൂജിക്കുകയാണ്. കാത്യായനി എന്ന് വെച്ചാല് പരമേശ്വരിയ, ഭദ്രകാളിയാണ്. രണ്ട് ഭാവമുണ്ട്. ഈ കാത്യായനി അങ്ങനെ പറയാറുണ്ട്. എനിക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഭാവം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാത്യായനിയും കാർത്യായനി എന്നാണ്. ചില മഹാത്മാക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ കാത്യായനി എന്ന് വെച്ചാൽ പാർവതിയും കാർത്യായനി എന്ന് വെച്ചാൽ ലക്ഷ്മിയുമാണ് എന്നാണ് പറയുക. ഇവിടെ കാത്യായനിയ പാർവതി ഭദ്രകാളിയാണ് ആശ്രയിക്കുന്നത് എന്നാണ്. ഇങ്ങനെ ആ തിരുവാതിര വ്രതം നമ്മൾ നോക്കില്ലേ? അപ്പൊ ആ ഭാവത്തില് അവരെ വ്രതം ഇങ്ങനെ അതായത് അനുഷ്ഠിക്കുകയാണ് എന്നാണ്. അവര് രാവിലെ നേരത്തെ ആ കുളിക്കാനായിട്ട് കാളിന്തിയിൽ ചെല്ലും. കുളിയൊക്കെ കഴിഞ്ഞ് ഇതുപോലെ ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കി അതിൽ നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് വേണ്ടതുപോലെ പൂജിക്കുകയാണ് എന്നാണ്. ഇങ്ങനെ പൂജിച്ച് എങ്ങനെ ഉഷസ്യുക്തായ ഗോത്രൈസ്വൈരന്യുന്യാബദ്ധഭാഹവ കൃഷ്ണമുച്ചേദ്യ കാളിന്ത്യാം സ്നാതുമന്വഹം. എല്ലാ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ടേ
അവര് ആ ദേവിക്ക് പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് അവരുടെ കൂട്ടക്കാരെയൊക്കെ വിളിച്ച് ചങ്ങാതിമാരോട് കൂടിയിട്ട് അന്യോന്യം കൈകളൊക്കെ കോർത്ത് പിടിച്ചുകൊണ്ട് കാളിന്തിയിൽ കുളിക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടുള്ള ആ ഗാനങ്ങള് ഇങ്ങനെ ആലപിക്കുന്നതാണ് കാളിന്തി തീരത്ത് എത്തിയിട്ട്. അങ്ങനെ ആലപിച്ച് നദ്യാം കഥാചിതാഗത്യ തീരെ നിക്ഷിപ്യ പൂർവവൽ വാസാംസി കൃഷ്ണം ഗായന്ത്യോ വിജഖ്രു സലിലേ മുദാം. ഒരു ദിവസം ആ ഗോപകന്യകമാരൊക്കെ പതിവ് പോലെ കുളിക്കാനായിട്ട് യമുനാ തീരത്ത് എത്തി. കരയില് വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ചു. അപ്പൊ കൃഷ്ണദേവി പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഗോപികൾ കാളിന്തി നദിയിൽ ഇറങ്ങി പിന്നെ ഉച്ചത്തിൽ കൃഷ്ണന്റെ ലീലകളൊക്കെ പാടിക്കൊണ്ട് നീന്തി കളിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ ഏകദേശം 1 മാസമായിരിക്കുന്നു അവരുടെ വ്രതം എന്നാണ്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു എന്നാണെങ്കില് 1 മാസമായില്ലേ ഇവര് ദിവസവും രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് കാളിന്തിയിൽ പോലും അവിടുത്തെ പൂജയൊക്കെ എന്നാ അവർക്ക് ആ ചെയ്ത കർമ്മത്തിന്റെ ഫലം പൂർണ്ണമായിട്ട് കൊടുത്ത് അനുഗ്രഹിക്കണം എന്ന് കരുതിയ എന്ന് വിചാരിച്ച ഭഗവാൻ എന്താ ചെയ്തത്? ഭഗവാൻ തദഭിപ്രേത്യ ആ കൃഷ്ണോ യോഗേശ്വരേശ്വര വയസ്സി രാവൃതസ്തത്ര ഗതതൽ കർമ്മസിദ്ധയേയം. യോഗേശ്വരന്മാരുടെയും ഈശ്വരനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ ആ ഗോപകന്യകമാർ ഇപ്രകാരം വ്രതം എടുക്കണം വിവരമൊക്കെ അറിഞ്ഞിട്ട് അവരുടെ കർമ്മത്തിന് തക്ക പ്രതിഫലം നൽകണം എന്ന് തീരുമാനിച്ചിട്ട് കുറച്ച് ഗോപക്കുട്ടികളോട് സ്നേഹിതന്മാരോട് കൂടിയിട്ട് യമുനാ തീരത്ത് ഭഗവാൻ എത്തിച്ചേരുകയാണ്. അപ്പോ യമുനാ തീരത്ത് എത്തിയപ്പോ ഭഗവാൻ എന്താ കണ്ടത്? താസാം വാസാം ശിവാദായ നീപം ആരുഹ്യ സത്വരാ ഹസദ്ഭി പ്രഹസൻ ബാലേ പരിഹാസമുപാജഹാം. ഇപ്പൊ ഗോപസ്ത്രീകളുടെ അവസ്ഥ എന്താ അറിയോ? ഈ വസ്ത്രമൊക്കെ കരിയിൽ അഴിച്ചു വെച്ചിട്ടുണ്ട്. ആ അഴിച്ചു വെച്ച വസ്ത്രങ്ങളൊക്കെ ഭഗവാൻ എടുത്തു. എന്തിനാ അവര് വസ്ത്രമൊക്കെ കരിയിൽ അഴിച്ചു വെക്കാൻ കാരണം? ഈ വൃശ്ചികം ധനുമാസം കാലങ്ങളിലൊക്കെ ഈ പുഴയിൽ പണ്ട് കുളിച്ച ആളുകൾക്ക് അറിയാം. അത് പണ്ട് എന്നേ പറയാൻ പറ്റില്ല. ഇപ്പൊന്നും പുഴയിലും ഇല്ല, കുളത്തിലും ഇല്ല, നാട്ടുപുറത്തും കൂടെ ആ ഒരു സംസ്കാരം കാണാനില്ല. അപ്പൊ വെള്ളത്തിലിറങ്ങി കുളിക്കാൻ തന്നെ ആർക്കും നിശ്ചയില്ലാത്തൊരു അവസ്ഥയാണ്. അങ്ങനെ നമ്മൾ വളർന്ന് ആ നിലയിൽ എത്തിയിരിക്കുന്നു. കുളിക്കാൻ പോലും അറിയാത്ത ഒരു നിലയിൽ എത്തിയിരിക്കുന്നു നമ്മൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ എവിടെ എത്തിയെന്ന്. അപ്പൊ ഇവിടെ ഈ വൃശ്ചികം ധനുമാസ കാലങ്ങളിലൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയ ചെറിയൊരു ചൂട് തോന്നും. വെള്ളത്തിൽ നിന്ന് കയറുമ്പോഴോ നല്ല തണുപ്പാണെന്നാണ്. അപ്പൊ അവര് ആ കുളിയും കുളിയൊക്കെ കഴിഞ്ഞ്, അതായത് ആ കുളിയും പൂജയൊക്കെ കഴിഞ്ഞ് അവരുടെ ഏർപ്പാടുകളൊക്കെ കഴിഞ്ഞ ശേഷം ആ തണുപ്പ് സഹിക്കാൻ വയ്യാണ്ട് വേഗം ആ വസ്ത്രം എടുത്ത് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അവരുടെ വസ്ത്രങ്ങളൊക്കെ നനയ്ക്കാതെ കരിയിലെടുത്ത് വെച്ചിരിക്കുക. പിന്നെ അവര് ആ വെള്ളത്തില് വസ്ത്രം ഇല്ലാണ്ട് ആണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോ ഭഗവാൻ എന്താ ചെയ്തത്? ഇത് അവരെ ഒന്ന് ശരിയാക്കി എടുക്കണം. അവർക്ക് കുറച്ച് ശരീരബോധമുണ്ട്. അപ്പൊ അത് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കണം. കാരണം ഈ ഗോപസ്ത്രീകളെ രാസക്രീഡയ്ക്ക് പ്രാപ്തരാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആ ഓരോ തരത്തിലുള്ള ആ ഭാവങ്ങൾ ഭഗവാൻ അവിടെ ലീലകളായിട്ട് ചെയ്യുന്നത് എന്നാണ്. അവരെ ഈ നമ്മൾ പറയുന്നത് 916 എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവരെ പൂർണ്ണമായിട്ട് പരിശുദ്ധരാക്കിയിട്ട് തീർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ. അപ്പോ ആ നദിക്കരയിലുള്ള ആ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ഭഗവാൻ എന്താ ചെയ്തത്? അടുത്തുള്ള ആ കദംബ വൃക്ഷത്തിൽ കയറി ചിരിച്ചുകൊണ്ടിരിക്കുക. ചങ്ങാതിമാരും ഭഗവാനും ഒക്കെ ശരിക്കും ചിരിക്കുകയാണ് പരിഹസിച്ചിട്ടേ. അപ്പോഴാണ് ഭഗവാൻ ഭഗവാൻ വന്ന വിവരമൊന്നും അവരറിയുന്നില്ല. അവർ ഈ വെള്ളത്തിലിറങ്ങിയിട്ട് പണ്ടൊക്കെ അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. ഈ തിരുവാതിര കുളിക്കാനൊക്കെ ചെന്നാലേ ഈ തുടിക്കുക, മലര് വറുക്കുക, അങ്ങനെ ചില ഒരു എക്സസൈസ് പോലെയൊക്കെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള ക്രിയകളൊക്കെ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഭഗവാൻ വിചാരിച്ചു ഇവര് താൻ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല, ഈ വസ്ത്രമൊക്കെ എടുത്തിട്ട് പോയതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ താൻ വന്നതൊന്നും അറിയിക്കണല്ലോ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ആ കദംബ വൃക്ഷത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് തന്റെ ഓടക്കോളിൽ നിന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കൃഷ്ണൻ ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി എന്നാണ്. അവരോ 4 പുറത്ത് നോക്കിയപ്പോഴാണ് കദംബ വൃക്ഷത്തില് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ കാണുന്നത്. ഭഗവാനെ കണ്ടതോട് അവർക്ക് ലജ്ജയുണ്ട്, വിവശരായി. അവര് നേരെ കഴുത്തറ്റം വെള്ളത്തിന്റെ നടുവിലേക്ക് പോയി നിൽക്കുകയാണ്. നിന്നിട്ട് അപ്പൊ ഭഗവാൻ പറഞ്ഞു ചിരിച്ചുകൊണ്ട്, അല്ലയോ അതായത് ഗോപികളെ, നിങ്ങളുടെയൊക്കെ വസ്ത്രം ഇതാ ഇപ്പൊ എന്റെ കയ്യിലുണ്ട് എന്ന് പറയുക. അതെ, നിങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി വരിക. കയറി വന്നിട്ടോ ഓരോരുത്തരായിട്ട് വന്നാലും വേണ്ടില്ല, എല്ലാവരും കൂടെ വന്നാലും വേണ്ടില്ല. നോക്കൂ, നിങ്ങളുടെയൊക്കെ വസ്ത്രം ഏതാണെന്ന് വെച്ചാൽ എന്നോട് സ്വീകരിച്ചോളൂ എന്ന് പറയുകയാണ്. ഞാൻ നിങ്ങളെ നേരം പോക്ക് പറഞ്ഞ്, അതായത് മുഷിപ്പിക്കുകയാണെന്ന് കരുതരുത്. നിങ്ങള് ഇപ്പൊ വ്രതം എടുത്ത് ക്ഷീണിച്ച കൂട്ടരാണ്. നിങ്ങളോട് നേരം പോക്ക് പറയുന്നത് നല്ലതല്ല എന്ന് എനിക്കറിയാം. പിന്നെ
എന്റെ ആ വാക്കുകൾ ഒരിക്കലും അസത്യമാകില്ല. അത് നിങ്ങൾക്കറിയാം അല്ലെ? നമയോദിത പൂർവം വാ അനൃതം തതിമേവിധോ ഏകൈകശ പ്രതീച്ചത്വം സഹൈവോദ സുമധ്യമാ. അല്ലയോ സുന്ദരിമാരെ, ഒരിക്കലും നിങ്ങളോട് ഞാൻ കളവ് പറഞ്ഞിട്ടില്ലല്ലോ. അതിന് ഈ ഗോപന്മാര് സാക്ഷികളും കൂടിയാണ്. നിങ്ങള് ഓരോരുത്തരായിട്ടോ എല്ലാവരും കൂടെയോ വന്ന് ആ നിങ്ങളുടെ വസ്ത്രം സ്വീകരിച്ചോളൂ എന്ന് പറയുകയാണ്. ഇതിങ്ങോട്ട് കേട്ടില്ലേ? അവരിങ്ങനെ പറയാൻ തുടങ്ങി. അവർക്ക് ഈ ലജ്ജ കൊണ്ട് അവര് വിവശകളായിട്ട് തീരുകയാണേ. എന്നിട്ടോ അവര് ശരീരത്തിലേക്ക് നോക്കും, ആ കദംബ വൃക്ഷത്തിന്റെ മുകളിലുള്ള ആ വസ്ത്രക്കെട്ടിലേക്ക് നോക്കും. പറഞ്ഞു, കൃഷ്ണ അതെ, ഞങ്ങളോട് ഇങ്ങനെ കാണിക്കരുത് കേട്ടോ. നോക്കൂ, ആ തസ്യതൽക്ഷേടിതം ദൃഷ്ട്വാ ഗോപ്യ പ്രേമപരിപ്ലുതാഃ ക്രീഡിതാപേക്ഷിതന്യോന്യം ജാതഹാസാനനിധിയോ സപരിതായ സ്വവാസ ജാതഹാസാനനിധിയോ. ഇപ്പൊ ഇവിടെ ഗോപികള് ഇപ്രകാരം പറയുന്നതായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ പരിഹാസ വാക്കുകൾ കേട്ടപ്പോ ആ കദംബ വൃക്ഷ ശരിക്ക് കൃഷ്ണ പ്രേമത്തില് മുഴുകിയവരായിട്ട് തീരുകയാണ്. ലജ്ജിതകളായിട്ട് അതായത് ലജ്ജിതകളായിട്ടുള്ള ആ ഗോപസ്ത്രീകള് എന്താ കൃഷ്ണനോ പരസ്പരം നോക്കി ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി. നദിയിൽ നിന്ന് കരയ്ക്കൊന്നും കേറുന്നില്ല, കാരണം വസ്ത്രം ഇല്ലല്ലോ, അതുകൊണ്ട് കേറണമില്ല. ഇങ്ങനെ ഏവം ഭ്രവതി ഗോവിന്ദേ നർമ്മണാക്ഷിപ്തചേതസാം അഖണ്ഡമഗ്നാചീതോദേ വേവമാനാസ്തമബ്രുവൻ. ഇപ്പോ അവര് ശരിക്കും ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറിയില്ല. ഭഗവാന്റെ ആ തമാശകൾ കേട്ടിട്ട് ഭഗവാന്റെ തമാശ കൊണ്ട് മനസ്സ് അപഹരിക്കപ്പെട്ടതായിട്ടുള്ള ഗോപസ്ത്രീകള് കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിന്ന് തണുത്ത് പറിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി, കൃഷ്ണ ശ്യാമസുന്ദരതേദാസ്യ മാനയംഭോഗതാസ്ത്വം തു നന്ദഗോപസുതം പ്രിയം ജാനീമോ അംഗവ്രജശ്ലാഘ്യം ദേഹി വാസാംസി വേപിത ശ്യാമസുന്ദര തേ ദാസ്യ കരവാമ തപോദിതം ദേഹി വാസാംസി ധർമ്മജ്ഞ നോജേജ്ഞേ ബ്രുവാമഹേ. പറയാണ്, കൃഷ്ണ ഈ അന്യായ പ്രവൃത്തി ഞങ്ങളോട് ചെയ്യരുത് കേട്ടു എന്ന് പറയാണ്. നന്ദഗോപകുമാരനായിട്ടുള്ള അങ്ങ് ഞങ്ങൾക്ക് ഏറ്റവും അത്യന്തം പ്രിയപ്പെട്ടവനായിട്ടാണ് തീർന്നിരിക്കുന്നത്. അങ്ങയെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങള് വല്ലാതെ ഇപ്പൊ തണുത്ത് വരയ്ക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വസ്ത്രങ്ങൾ തരൂ ഭഗവാനെ. ശ്യാമസുന്ദരനായിട്ടുള്ള അങ്ങ് എന്ന് പറയുക. പിന്നെ ഇപ്പൊ നിങ്ങളൊരു വാക്ക് പറഞ്ഞു, നിങ്ങളൊക്കെ എന്റെ ദാസികളാണ് എന്നാ പറഞ്ഞത്. ദാസികളുടെ ചുമതല എന്താ അറിയോ? ദാസിമാരാണെച്ചാൽ യജമാനൻ എന്ത് പറയണോ അത് അനുസരിക്കുക എന്നുള്ളതാണ് ദാസിമാരുടെയൊക്കെ കർത്തവ്യമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി വരിക. വന്നു കഴിഞ്ഞാലോ നിങ്ങളുടെ വസ്ത്രം ഞാൻ തരാം എന്ന് പറയുകയാണ്. അല്ലാണ്ട് അതായത് വേറെ എന്ത് പറഞ്ഞാലും കാര്യമൊന്നുമില്ല. ഇവിടെ കയറി വന്ന വസ്ത്രങ്ങളൊക്കെ സ്വീകരിച്ചോളൂ. കയറി ചെന്നല്ലാതെ വസ്ത്രം കിട്ടില്ല എന്ന് ഇപ്പൊ അവർക്ക് ബോധ്യായി എന്നാണ്. ബോധ്യായപ്പോഴോ ശരിക്കിനി തണുത്ത് പറച്ചിട്ടേ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? ഇനി നിവൃത്തിയില്ല. ഭവത്യോ യതിമേദാസ്യോ മയോക്തം വാ കരിഷ്യത അത്രാഗത്യ സ്വവാസാന്തെ പ്രതീച്ചന്തു ശുചിസ്മിതാം. അതായത് നിങ്ങൾ എന്റെ ദാസിമാരാണെന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, എങ്കിലേ നിങ്ങൾ ദാസിമാരാവുള്ളൂ. നിങ്ങൾ കയറി വരിക, അവരവരുടെ വസ്ത്രത്തെ സ്വീകരിക്കുക. തതോ ജലാശയ സർവാധാരിക ശീതവേപിതാഹ പാണിഭ്യാം യോജിമാച്ചാദ്യ പ്രോത്തേരു ശീതകർശിതാം. ഇതിങ്ങോട്ട് കേട്ടപ്പോഴേ അവര് ഒക്കെ ആ ഭാവമൊക്കെ വിട്ടു, അതായത് ശരീരഭാവനയൊക്കെ വിട്ടു. എന്തായാലും കയറി ചെല്ലാണ്ട് കൃഷ്ണൻ വസ്ത്രം തരില്ലാന്ന് അവർക്കറിയാം. അപ്പോഴോ അവര് ആ കൈകളെ കൊണ്ട് ലജ്ജ മറച്ചിട്ട് അവരൊക്കെ കരയ്ക്ക് കയറി വന്ന് ഭഗവാന്റെ അടുത്ത്. അപ്പോഴാണ് ഭഗവാൻ ആഹതാവീക്ഷ്യ ശുദ്ധഭാവ പ്രസാദിത സ്കന്ധേ നിധായ വാസാംസി പ്രീത പ്രോവാച സസ്മിതം. ഭഗവാനാണെച്ചാൽ അവരുടെ ആ നിഷ്കപട ഭാവം കണ്ട് പ്രസാദിച്ച ഭഗവാൻ ആ വെള്ളത്തിൽ നിന്ന് കയറി വരുന്നത് കണ്ടപ്പോ അവരോടുള്ള ആ സ്നേഹവും പ്രീതിയൊക്കെ വല്ലാണ്ട് വർദ്ധിക്കുകയാണ്. ആ വസ്ത്രങ്ങളെ ആ വൃക്ഷശാഖയില് തൂക്കിയിട്ടിട്ട് മന്ദഹസിച്ചുകൊണ്ട് ഭഗവാൻ പറയുകയാണ്, അല്ലയോ ഗോപികളെ, അതായത് യൂയം വിവസ്ത്രായതപോ ധൃതവ്രത വ്യഗാഹതത്തൈതതു ദേവഹേളനം ദത്താഞ്ജലിം മൂർധന്യമനത്തയേ സ്മഹ കൃത്വാ നമോധോ വസ്ത്രം പ്രകീരാം. പറയാണ്, നിങ്ങളെ ഈ വ്രതം എടുക്കുന്ന കൂട്ടരാണ് അല്ലെ? ഈ വസ്ത്രം ഇല്ലാണ്ടല്ലേ നിങ്ങൾ ഈ കാളന്തിയിൽ കുളിച്ചത്? ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. ഈ നഗ്ന സ്നാനം ചെയ്യരുത് എന്നാണ് ശാസ്ത്രം. അതിപ്പോ കുളിമുറിയിൽ കുളിക്കുകയാണെങ്കിലും വേണ്ടില്ല, ജലാശയത്തിൽ കുളിക്കുകയാണെങ്കിലും വേണ്ടില്ല, പ്രത്യേകിച്ച് തീർത്ഥങ്ങളിലൊക്കെ കുളിക്കുമ്പോൾ നിർബന്ധമായിട്ടൊന്നാണ്. അപ്പൊ എവിടെയും അതായത് ഈ വെള്ളത്തിന്റെ അധിഷ്ഠാന ദേവൻ വരുണനാ. നമ്മൾ ഈ നഗ്നമായിട്ട് ശരീരത്തിൽ വെള്ളം ഒഴിച്ചാൽ വരുണനെയാണ് അപമാനിക്കുന്നത്. മാത്രമല്ല ദിഗ്ദേവതകൾ 4 പുറമുണ്ട് അല്ലേ? അപ്പോ
ലോകപാലകന്മാരായിട്ടുള്ള ആളുകൾ അവരെയൊക്കെ അപമാനിക്കുന്നതിന് തുല്യ. ഒരിക്കലും നഗ്നമായിട്ട് സ്നാനം ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് വ്രതം അനുഷ്ഠിക്കുന്ന നിങ്ങള് ഈ നഗ്നമായിട്ടാണ് ഈ 1 മാസക്കാലം ഈ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചത് എന്നുള്ളത് കൊണ്ട് ഈ വ്രതത്തിന് അത് വലിയൊരു ചുതിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അതിന് പറ്റിയ പ്രായശ്ചിത്തം ചെയ്യണം. എന്താ പ്രായശ്ചിത്തം? എന്നെ വന്ന് നമസ്കരിക്കുക. അതായത് എല്ലാ ദേവീദേവന്മാരുടെയും സ്വരൂപത്തിൽ വളരുന്ന ആള് ഞാനാണ്. എന്നെ നമസ്കരിച്ചു കഴിഞ്ഞാൽ എല്ലാ പാപവും നശിക്കും. അത് നിങ്ങൾക്ക് അറിയുന്നതുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ. നിങ്ങളുടെ ആ വ്രതഭംഗം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് എന്നെ നമസ്കരിക്കൂ, ഞാൻ വസ്ത്രം തരാം. ഇത് കേട്ടപ്പോ അവരെല്ലാം മറന്നു. ഇത്രയും കാലം നമ്മൾ ഈ നഗ്നമായിട്ട് കുളിച്ചത് കൊണ്ട് അത് വലിയൊരു തെറ്റല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് പ്രായശ്ചിത്തം ചെയ്യണം. കൃഷ്ണനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ എല്ലാ തെറ്റിനുമുള്ള പ്രായശ്ചിത്വമായി. അത് അവർക്ക് നേരത്തെ അറിയുന്നതാണ്. എന്നാ പിന്നെ ഒന്നും നോക്കിയില്ല. ശരിക്ക് ഒരു പാവകളിക്കാരൻ ഒരു പാവയെ ഏത് തരത്തിലാണോ തന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് അതിനെ ചലിപ്പിക്കുന്നത്, അതുപോലെ ഒരു പാവകളെ പോലെയായി. അവർക്ക് ശരീരാഭിമാനം തെല്ലുമില്ല. എല്ലാം മറന്നു അവര്. ശരിക്കും എന്താ ചെയ്തത്? 2 കൈ ഉയർത്തി ശിരസിന് മേലെ കൂപ്പി വെച്ച് ഭഗവാനെ വന്ന് നമസ്കരിച്ചു. ഭഗവാൻ വസ്ത്രവും കൊടുത്തു എന്ന് പറയുകയാണ്. ഇപ്പൊ നോക്കൂ, ഭഗവാൻ പരമാവധി അവരെ പരീക്ഷിച്ചിട്ടുണ്ട് അല്ലെ. നോക്കൂ, ഇവിടെ പറഞ്ഞു വസ്ത്രം ഇല്ലാണ്ട് അതായത് വെള്ളത്തിൽ ഇറങ്ങിയത് തെറ്റാണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ ഇപ്പോ അവരെ അധിക്ഷേപിച്ചു ഭഗവാൻ, കളിയാക്കി, ലജ്ജയൊക്കെ നശിപ്പിച്ചു, വെറും പാവകളെ പോലെ കളിപ്പിച്ചു, താൻ പറഞ്ഞതൊക്കെ അനുസരിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ പ്രാണാധിക പ്രിയനായിട്ടുള്ള കൃഷ്ണനെ സമീപത്ത് കാണാൻ കഴിഞ്ഞതോടുകൂടെ അവര് സന്തോഷം കൊണ്ട് അവർക്ക് കൃഷ്ണനോട് ആ ഒരു ലേശം പോലും അപ്രീതി ഭഗവാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടും തോന്നിയതില്ല. പ്രേമം അല്ലെങ്കിൽ ആ ഭക്തി ഉണ്ടായുള്ളൂ എന്ന് പറയാണ്. അപ്പോ ഇത് കേട്ടിട്ട് നമുക്ക് വേണ്ടാത്ത ചിന്തകളൊന്നും നമുക്ക് വരാൻ പാടില്ല. എന്താ കാരണം എന്നാണെങ്കിൽ ഈ ഗോപി വസ്ത്രാപഹരണ സമയത്ത് ഭഗവാന്റെ ആ പ്രായം വെറും 6 വയസ്സാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് ഈ ലീലയില് ശൃംഗാരത്തിന്റെ കണിക പോലും ഇല്ല എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ തങ്ങളുടെ ഭർത്താവായിട്ട് തീരണം എന്നാണ് ഗോപികളുടെ ആഗ്രഹം. ഗതിർ നേരത്തെ പറഞ്ഞില്ലേ ഞാന്, ഗതിർ ഭർത്ത പ്രഭു സാക്ഷി എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നു. ഭഗവാൻ എല്ലാ ജീവന്മാരുടെയും ഭർത്താവാണ്, എല്ലാവരെയും ഭരിക്കുന്ന ആളാണ്. അപ്പൊ എല്ലാ ജീവന്മാരുടെയും പരമലക്ഷ്യമാണ്, സർവശക്തനാണ്, എല്ലാറ്റിനും സാക്ഷീഭൂതനാണ്. അങ്ങനെയുള്ള ഭഗവാൻ തന്റെ ഭർത്താവണം. ഭർത്തൃഭാവം എന്ന് വെച്ചാൽ ഭരണ ചുമതല വഹിക്കുന്ന ആള്. അപ്പോ ഈ ഭരണ ചുമതല ഭഗവാൻ ഏറ്റെടുക്കണമെങ്കിൽ ജീവന്റെ ശരീരാഭിമാനം നിശേഷം ഇല്ലാണ്ടാകണം. എങ്കിലേ ഭഗവാൻ, അതെങ്ങനെ ശരീരാഭിമാനം ഇല്ലാണ്ടാകുള്ളൂ? ശരീര വിസ്മൃതി കൊണ്ട് ഈശ്വര പ്രാപ്തിക്ക് ജീവൻ അർഹത ഉണ്ടാകുള്ളൂ. ഭക്തി കൊണ്ട് ശരീരത്തെ മറക്കാൻ കഴിഞ്ഞാൽ, അതായത് ഭക്തിഭാവം പൂർണ്ണമായാൽ നമുക്ക് ശരീരത്തെ മറക്കാനായി കൊണ്ട് കഴിയും. ശരീരത്തെ മറന്നാൽ ശരീരത്തെ വിസ്മരിച്ചു കഴിഞ്ഞാല് പിന്നെ വസ്ത്രത്തിന്റെ ആവശ്യമില്ല. ഉറക്കത്തിന് നമുക്ക് ശരീരാഭിമാനം ഇല്ല, ശരീരത്തെ നമ്മൾ മറക്കുക. അതുകൊണ്ട് ശരീരത്തിൽ വസ്ത്രം ഉണ്ടോ ഇല്ലയോ എന്ന് ആരാ അറിയുന്നത്? ഉണർന്നാലാണ് അയ്യോ വസ്ത്രം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു ശങ്ക നമുക്ക് വരിക. അപ്പോ ഇങ്ങനെ ആ ഭക്തിഭാവം കൊണ്ട് അവരുടെ ശരീരാഭിമാനത്തെ നിശേഷം അകറ്റാനായിട്ടാണ് ഭഗവാൻ ഗോപികളുടെ വസ്ത്രങ്ങളെ അപഹരിച്ചത്. ആ സന്ദർഭത്തില് കൃഷ്ണന്റെ കൂടെ 5-6 ഗോപക്കുട്ടികളും ഉണ്ടായിരുന്നു. അത് പ്രത്യേകം ഓർമ്മിക്കേണ്ടതായിട്ടുള്ള സംഗതിയാണ്. അപ്പോ ഭഗവാൻ അവരുടെ നഗ്നത കാണാൻ വേണ്ടിയിട്ട് ചെയ്തു. നമ്മൾ ഇതിനൊക്കെ ഇതൊക്കെ പറയുമ്പോ ഈ സപ്താഹത്തിനൊക്കെ ഇത് വളരെ രസമായിട്ട് കേൾക്കുന്ന ശ്രോതാക്കളെ പറഞ്ഞു. പക്ഷെ അതിന്റെ തത്വമൊട്ട് പറയൂല. കൃഷ്ണൻ വസ്ത്രം അത് നമ്മൾ പാട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. അതായത് ഗോപസ്ത്രീകളുടെ തുകിലും വാരിയിട്ട് അരയാലൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്, ഇവിടെ ശീലക്കേട് പറഞ്ഞൊന്നും അല്ല. അവരുടെ ആ ശരീരാഭിമാനത്തെ ഇല്ലാണ്ടാക്കിയിട്ട് ഗോപികളെ പ്യുവറാക്കി തീർക്കണം. ഒരു അശുദ്ധിയുടെ ഒരു കണികയും ഇല്ലാത്ത, ശരീരാഭിമാനത്തിന്റെ ഒരു ഭാവം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാ ഈ വസ്ത്രം എന്ന് വെച്ചാൽ തന്നെ സംസ്കൃതത്തിൽ വസ്ത്രത്തിന്റെ പേര് വേഷ്ടി എന്നാണ്. എന്താ ഈ വേഷ്ടി എന്ന് വെച്ചാൽ? വേഷ്ടനം ചെയ്യുന്നത്, മറയ്ക്കുന്നത് എന്നാണ്. ഈ ശരീരം എന്ന് വെച്ചാല് ആത്മസ്വരൂപത്തെ മറച്ച ഒരു വസ്ത്രമാണ് ഈ ശരീരം.
അപ്പൊ ആ ശരീരാഭിമാനം ഇപ്പൊ ഈ ശരീരാഭിമാനം വളരണത് എങ്ങനെയാ? വസ്ത്രത്തിലും മറ്റാഭരണങ്ങളിലും ഒക്കെ ഉള്ള ആസക്തിയാണ് അല്ലെ. ഇപ്പൊ നമ്മൾ നല്ലൊരു വസ്ത്രം കൊടുത്ത് ക്ഷേത്രത്തിൽ ചെന്നാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ വസ്ത്രത്തിൽ. ഇപ്പൊ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റൊക്കെ അമ്പലത്തിന് മുമ്പിൽ നിന്ന് തൊഴുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് നാമം ജപിക്കുകയൊന്നുമില്ല. പക്ഷേ ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോ 2 മണിക്കൂറൊക്കെ അണിഞ്ഞൊരുങ്ങും. ഡ്രസ്സ് മുമ്പിലൊക്കെ ചെന്നിട്ട് ആ ഡ്രസ്സ് വേണോ, ഇത് വേണോ, എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഭാവത്തിലാണ്. അപ്പൊ നമുക്ക് കൂടുതൽ സ്നേഹം ഈശ്വരനോടല്ല, നമ്മുടെ ശരീരത്തിനോടാണ്. ഈ ശരീരത്തിനോട് സ്നേഹമുള്ളിടത്തോളം കാലം നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ നമുക്ക് അനുഭവിക്കാനായിക്കൊണ്ട് പറ്റില്ല. അപ്പൊ ആ ശരീരാഭിമാനം ഇല്ലാണ്ടാക്കുക. അങ്ങനെ ആയി കഴിഞ്ഞാൽ ആ ജീവന് എളുപ്പം തന്നെ ഈശ്വരപ്രാപ്തി കിട്ടും. ഇപ്പൊ നോക്കൂ, ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച് കളിയാക്കിയിട്ട് അവരുടെ മനസ്സോ കൃഷ്ണനിൽ ശരിക്കും ഉറക്കുകയുണ്ടായത്. അതോടുകൂടി അവര് ശരീരത്തെ പൂർണ്ണമായിട്ട് മറന്നു. ആ ശരീര വിസ്മൃതിയോടുകൂടെ ആ ശരീരത്തെ പൂർണ്ണമായിട്ട് മറന്ന് ഒരു അവധൂതന്റെ മട്ടിലാണ് ഇപ്പൊ ഗോപികള് കരയ്ക്ക് കയറി വന്നത്. ഈ അവധൂതനെ സംബന്ധിച്ചിട്ട് ശരീരാഭിമാനം തീരില്ല. അവര് വസ്ത്രം ഉടുത്താലായില്ലേ. രമണ മഹർഷി ഒക്കെ അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടിട്ടില്ലേ നമ്മള്? ഒരു കൗപീനം മാത്രമേ ഉള്ളൂ. അതിലൊരാൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് ചോദിച്ചു അത്രേ, എന്താ ഈ കൗപീനമൊക്കെ കൊടുത്തിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ. അപ്പൊ എന്താ അദ്ദേഹം പറഞ്ഞത്? ഭഗവാൻ, അതെ, എനിക്ക് ഈ കൗപീനവും വേണമെന്നൊന്നും ആഗ്രഹമില്ല, പക്ഷെ നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാനത് ധരിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അവരുടെ ശരീരത്തിന്റെ ഭാവന എത്ര കണ്ട് അവരിൽ നിന്ന് അകന്നു പോയി എന്ന്. നമ്മളിപ്പോ അതിലൊക്കെയാണ് കൂടുതൽ. ഇപ്പോ സപ്താഹത്തിന് പോവുകയാണെച്ചാലും, നാമം ജപിക്കുകയാണെങ്കിൽ, അമ്പലത്തിൽ പോവുകയാണെച്ചാലും, സത്സംഗത്തിന് പങ്കെടുക്കാൻ പോവുകയാണെച്ചാലും നമ്മളെപ്പോഴും ഈ ശരീരാഭിമാനം വളർത്തുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ചിട്ടാണ് നമ്മൾ പോവുക. പക്ഷെ അതൊന്നും പാടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോ ആ അവധൂതകളെ പോലെ ആക്കി മാറ്റി ശരിക്ക് ഗോപസ്ത്രീകളെ. അതോടുകൂടെ അവർക്ക് ഭഗവാൻ വസ്ത്രങ്ങളും കൊടുത്തു. ഗോപികളോ അവരവരുടെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ധരിച്ച് ഇപ്പോ അവർക്ക് വളരെ സന്തോഷമായി എന്നാണ്. അവര് ഭഗവാന്റെ ആ പാദസ്പർശത്തെ ആഗ്രഹിച്ച് ആ വ്രതനിഷ്ഠയിൽ കഴിയുക. അപ്പോ ഭഗവാൻ അവരോട് പറഞ്ഞു, അല്ലയോ പതിവ്രതാരത്നങ്ങളെ എന്നാണ് വിളിക്കുന്നത്. എന്താ അത്? ഭഗവാനാണ് യഥാർത്ഥ പതി. ഭഗവാനെ ആശ്രയിച്ചാലേ ഉത്തമ പതിവ്രതകളാകുള്ളൂ നമ്മളൊക്കെ. നിങ്ങളുടെ സങ്കല്പം എനിക്കറിയാം. എന്താ? എന്നെ പൂർണ്ണമായിട്ട് അനുഭവിക്കണം എന്നല്ലേ? അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സങ്കല്പോ വിദിതസാധ്യോ ഭവതി നാമദർശനം മയാനുമോദിതസോസോ സത്യോ ഭവിതുമരിഹതി. സ്വാധികളെ, എന്റെ പാദശുശ്രൂഷ ചെയ്യണം, എന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആഗ്രഹം ഭഗവാനോട് ചെന്ന് പറയുന്നു വേണ്ട, ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് അറിയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ആഗ്രഹം അടുത്ത് തന്നെ സത്യമായിട്ട് തീരും. അതിനുള്ള യോഗ്യതയൊക്കെ നിങ്ങൾക്കുണ്ട്. അപ്പൊ എന്താ അതിനുള്ള യോഗ്യത? നമയ്യാവേശതധിയാം കാമായ കൽപ്പതേ ഭർജിത കൊതിദാധാന പ്രായോ ബീജായനേഷ്യതേ. ഇതാണ് അതിൽ ഏറ്റവും ഈ കാര്യം ഒന്ന് ബോധിപ്പിക്കുകയാണ് ഈ കഥയിലൂടെ. എന്താ? അപ്പോ എന്നില് മനസ്സുറപ്പിച്ചുകൊണ്ട്, അതായത് ഇപ്പോ എന്നിൽ മനസ്സുറപ്പിച്ച നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും കർമ്മവാസനകളായിട്ട് പുനർജന്മത്തിന് കാരണമായിട്ട് തീരില്ല. എന്താ അതിന് ഉദാഹരണം എന്നാണെങ്കിൽ, വറുത്തതോ വേവിച്ചതോ ആയ വിത്ത് പിന്നെ മുളയ്ക്കില്ല അല്ലെ? ഇതുപോലെയാണ് ഭക്തിയിൽ വറുത്ത വാസനകൾക്ക് പിന്നെ പുനർജന്മമില്ല. അതായത് ഭക്തിയിൽ വറുത്തതായിട്ടുള്ള വാസനകൾക്ക് പിന്നെ പുനർജന്മത്തെ ഉണ്ടാക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. അതായത് വറുത്തതോ വേവിച്ചതായിട്ടുള്ള വിത്ത് മുളയ്ക്കില്ലല്ലോ. ഇതുപോലെ നിങ്ങൾ ഗോകുലത്തിലേക്ക് മടങ്ങിപ്പോണം. ദേവീ പൂജയുടെ ഫലം നിങ്ങൾക്ക് ഒരു ശരത്കാല രാത്രിയിൽ അനുഭവപ്പെടുന്നു പറയണം. എന്താ അവരുടെ ആഗ്രഹം? ഭഗവാനെ പൂർണ്ണമായിട്ട് തന്നിൽ താനായിട്ട് അനുഭവിക്കണം എന്നതാണ്. അത് അടുത്ത് തന്നെ വരുന്ന ഒരു ശരത്കാല രാത്രിയിൽ നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഗോപസ്ത്രീകൾക്ക് വളരെ സന്തോഷമായി. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ യാഥാപല വ്രതം സിദ്ധ മയേ മാം ജംസ്യതക്ഷപ യദുദ്ദിശ്യ വ്രതമിതം ചേരുരാജ്യാർച്ചനം സതീ. നിങ്ങള് വീട്ടിലേക്ക് മടങ്ങി പോണം. നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിരിക്കണോ? ഒരു ശരത്കാല രാത്രികളില് നിങ്ങൾക്ക് എന്നോട് കൂടിയിട്ട് എന്നെ അനുഭവിക്കാനായി കൊണ്ട് പറ്റും. നിങ്ങൾ ഏതൊരു കാര്യത്തെ ഉദ്ദേശിച്ചിട്ട് ആ ദേവിയെ പൂജിച്ചുവോ ആ മനോരഥം നിങ്ങൾക്ക് സാധിച്ചിരിക്കണോ എന്ന് പറയുകയാണ്. ഇതുകൊണ്ട് കേട്ടപ്പോഴോ അവർക്ക് വളരെ സന്തോഷമായി. അവര് ആ ഭഗവാനെ ഹൃദയത്തിൽ തന്നെ ഉറപ്പിച്ച് ഭഗവത് സ്മരണയോട് കൂടിയിട്ട് അവരുടെ വീട്ടുകളിലേക്ക് മടങ്ങി പോവുകയാണ്. പിന്നീട്
ശ്രീശുകം പറയാണ് ഇത്യാദിഷ്ട ഭഗവത ലബ്ധകാമാകുമാരിക ധ്യായന്ത തൽപദാംബോജം തീർച്ച നിർവ്വശം. അങ്ങനെ ഭഗവാന്റെ പദാരവിന്ദങ്ങളെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവരുടെ വീട്ടുകളിലേക്ക് പോവുകയാണ്. അത ഗോപേ പരിവൃതോ ഭഗവാൻ ദേവകീസുത വൃന്ദാവനഗതോ ദൂരം സഹാഗ്രജ. പിന്നീട് ഒരിക്കല് ഗോപന്മാരാൽ ചുറ്റപ്പെട്ട ഭഗവാൻ ആ പശുക്കളെയും കൂട്ടിക്കൊണ്ട് ജ്യേഷ്ഠനാകുന്ന ബലരാമനോട് കൂടിയിട്ട് ആ വൃന്ദാവനത്തിൽ നിന്ന് വളരെ ദൂരേക്ക് അങ്ങ് മേച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ കുറച്ചു ദൂരം നടന്ന സമയത്തെ വെയില്, അത്യുഗ്രമായിട്ടുള്ള ഗ്രീഷ്മകാലത്തിലെ ആ സൂര്യന്റെ ആ താപം, ആ തപിക്കുന്ന തനിക്ക് ആ കുട പിടിച്ചിരിക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങളെയൊക്കെ അങ്ങനെ കാണുക. ഈ വൃക്ഷങ്ങളുടെ നിഴലിലൂടെ നടക്കണത്. അപ്പോ ഭഗവാൻ ആ മുകളിലേക്ക് നോക്കൂ, ഇത്രയും വലിയ ചൂടുണ്ടായിട്ട് നമുക്കതൊന്നും അനുഭവിക്കാൻ പറ്റില്ല. എന്താ കാരണം? ഈ വൃക്ഷങ്ങൾ നമുക്ക് കുട പിടിച്ച് തരുന്നുണ്ട്. അപ്പോ ഭഗവാൻ എന്താ ചെയ്തത്? ഇനി മറ്റുള്ളവരുടെ ഭാവവും കൂടെ, അവരെയും കൂടെ ഒന്ന് അനുഗ്രഹിക്കണം. അത് മറ്റുള്ളവരുടെ ആ ഭാവം ഒന്ന് ഗോപന്മാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനായിട്ട് ആ ഗോപന്മാരെ വിളിച്ചു. തന്റെ ചങ്ങാതിമാരായിട്ടുള്ള സ്തോകകൃഷ്ണൻ, അംശൻ, ശ്രീതാമാവ്, സുബലൻ, അർജുനൻ, വിശാലൻ, ഋഷഭൻ, ദേവപ്രസ്ഥൻ, വരൂധവൻ തുടങ്ങിയിട്ടുള്ള ഭഗവാന്റെ ചങ്ങാതിമാര് പറഞ്ഞു, മഹാഭാഗ്യവാന്മാരായിട്ടുള്ള ഈ വൃക്ഷങ്ങളെ നമ്മളൊന്ന് നോക്കി പഠിക്കണം കേട്ടോ. എന്താ? കാറ്റ്, വെയില്, മഞ്ഞ്, മഴ ഇതൊക്കെ സ്വയം സഹിച്ചിട്ട് ആ വക ഭാവങ്ങളിൽ നിന്നൊക്കെ അവര് നമ്മളെ രക്ഷിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ നോക്കൂ, സ്വന്തം ശരീരത്തെ മറന്ന് മറ്റുള്ളവരെ രക്ഷിക്കുക. അത് വലിയ തപസ്സികളുടെ പ്രഭാവമാണ് വൃക്ഷങ്ങളുടെ സ്വഭാവം. അഹോ യേഷാം വരം ജന്മ സർവപ്രാണ്യുപജീവനം സുജനസ്യേഷാം വൈ വിമുഖായാന്തിനാർത്തിന. സർവപ്രാണികൾക്കും ഉപകാരം ചെയ്യുന്ന ഈ വൃക്ഷജന്മം വളരെ ശ്രേഷ്ഠം തന്നെ എന്ന് പറയുകയാണ്. എത്ര ഭാഗ്യവാന്മാരാണ്, പരോപകാരികളായിട്ടാണ് അവർ, അല്ലെ? അപ്പൊ ഈ ശരീരം തന്നെ എന്തിനു വേണ്ടിയിട്ടാ? പരോപകാരാർത്ഥം ഇതം ശരീരം. അപ്പൊ അതിനു വേണ്ടിയിട്ടാ. ഇപ്പോ ആ വിശേഷ ബുദ്ധി ഇല്ലാത്ത ആ വൃക്ഷങ്ങൾ പോലും ഇങ്ങനെ ആ ഒന്നും ആഗ്രഹിക്കാതെ പരോപകാരം ചെയ്യണു എങ്കിൽ സാധാരണ മനുഷ്യന്മാര് ഏത് നിലയിലൊക്കെയാണ് പരോപകാരം ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ ഈ വൃക്ഷങ്ങളെ പോലെ നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വാസ്തവത്തിൽ ഈ ശരീരം കിട്ടിയിരിക്കുന്നത് അതിനാ അതായത് പരോപകാരം ചെയ്യലാണ് പുണ്യം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ വൃക്ഷങ്ങള്, അതുപോലെ തന്നെ മറ്റ് ജന്തുക്കൾ ചെയ്യുന്ന പരോപകാര പ്രവൃത്തി പോലും നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും പരോപകാരികളായിട്ട് ജീവിക്കുന്ന ഈ വൃക്ഷങ്ങള് ധന്യരന്യ ധ്യാനശീലരായിട്ടുള്ള ഇവരെ സമീപിക്കുന്നവരാരും വെറും കൈയോടെ മടങ്ങി പോകാറില്ല. നോക്കൂ, അതിന്റെ ഏത് പ്രകാരത്തിലും പത്ര പുഷ്പ ഫലച്ചായ മൂലവൽക്കരതാരുഭി ഗന്ധനിര്യാസ ഭസ്മാസ്തി തോക്മയി കാമാൻ വിതന്മതേ. അതിന്റെ ഇലകള്, പുഷ്പങ്ങള്, അല്ലെ, ഇതൊക്കെ അതുപോലെ തന്നെ ഇല, പൂവ്, പഴം, അതുപോലെ നിഴല്, വേര്, തോല്, തടി, അതിന്റെ പശ, വിറക്, വെണ്ണീര്, സുഗന്ധം, ഇവ കൊണ്ട് ആ വൃക്ഷങ്ങള് തങ്ങളെ സമീപിക്കുന്നവരുടെ അഭീഷ്ടം സാധിപ്പിക്കുകയാണ്. ഇങ്ങനെ അവര് ശരിക്കും അഭീഷ്ടം സാധിപ്പിക്കുക. ഏതാവൻ ജന്മസാഫല്യം ദേഹിനാമിഹ ദേഹിഷു പ്രാണൈരർത്ഥൈധ്യാവാച ശ്രേയ ഏവാചരേ സദാം. ലോകത്തില് ശരീരെടുത്ത് വന്ന ആളുകള് അവരുടെ പ്രാണൻ കൊണ്ടും അർത്ഥം കൊണ്ടും ബുദ്ധി കൊണ്ടും വാക്കുകളെ കൊണ്ടും അന്യദേഹികളുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും പ്രവർത്തിക്കണം. ഇതിന് ഭാഗവത്തിന്റെ പ്രത്യേകത. എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മുത്തുമണികൾ കയറ്റി വിടും ഓരോ അധ്യായത്തിലും, ആ വ്യാസന്റെ ഒരു കഴിവ് ആലോചിച്ച് നോക്കൂ. അപ്പോ ഈ ശരീരം മറ്റുള്ളവരുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട്, അപ്പൊ നമ്മുടെ ആ ഉന്നതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് കിട്ടിയ ഈ ശരീരം കൊണ്ട് മറ്റുള്ളവരുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, ഇതാണ് മനുഷ്യജന്മം കൊണ്ട് നേടേണ്ടതായിട്ടുള്ള ഏകമായിട്ടുള്ള പ്രയോജനം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം എന്ന് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം. എങ്കിലേ ജന്മസാഫല്യമാകുന്ന ഈശ്വരപ്രാപ്തി സാധിക്കുള്ളൂ. ഇത് നമ്മള് വൃക്ഷങ്ങളിൽ നോക്കി പഠിക്കണം. ഇതാണ് വൃക്ഷങ്ങള് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് പറയണം. ഇത് പ്രവാളസ്തപക ഫലപുഷ്പദളോത്കരൈ തരുണ നമ്രശാഖാനം മധ്യേന യമുനാങ്കര. ഇങ്ങനെ ആ വൃക്ഷങ്ങളുടെ മഹത്വങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശരിക്ക് അതായത് ആ പൂക്കളെ കൊണ്ടും കായ്കളെ കൊണ്ടും അതുപോലെ തന്നെ തളിരുകളെ കൊണ്ടും ഒക്കെ ഉള്ള ആ ഭാരം കൊണ്ട് താണിരിക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങളുടെ നടുവിലുള്ള വഴിയിലൂടെ ആ യമുന നടന്ന് യമുനയുടെ തീരത്ത് ഭഗവാൻ എത്തുകയാണ്.
യമുനാതീരത്ത് എത്തി. തത്രകാപായിത്വാപ സുമൃഷ്ട ശീതളാശിവ തതോ നൃപ സ്വയം ഗോപ കാമം സ്വാദുപുർജലം. ഹേ രാജാവേ, യമുനയിലെ ആ ശീതളമായിട്ടുള്ള അമൃത സമാനമായിട്ടുള്ള ജലം പശുക്കളെയൊക്കെ കുടിപ്പിച്ച ശേഷം ഗോപന്മാരും താനും സ്വാദിഷ്ടമായിട്ടുള്ള ജലം യഥേഷ്ടം പാനം ചെയ്തു. അത് കഴിഞ്ഞ് ഉപവനേ കാമം ചാരയന്ത പശൂനൃഭ കൃഷ്ണരാമ ഉപാഗമ്യ ക്ഷുധാർത്ഥായുധം അബ്രുവൻ. ഹേ രാജാവേ, ഇങ്ങനെ ആ ഉപവനത്തിൽ പശുക്കളെ മേച്ചുകൊണ്ടിരുന്ന ഗോപന്മാര് വിശപ്പ് കൊണ്ട് തളരുകയാണ്. അപ്പോഴാണ് അവര് രാമകൃഷ്ണന്മാരുടെ അടുത്ത് ചെന്ന് വല്ലാണ്ട് വിശക്കണമെന്നുള്ള കാര്യം അറിയിക്കുന്നത്. ഇനിയാണ് യജ്ഞപത്നിമാരെ ഉദ്ധരിക്കാൻ, അവരെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ ഇനി ഇവർക്കൊരു വിശപ്പുണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് ആ യജ്ഞശാലയിൽ പോയിട്ട് ഭക്ഷണം ചോദിക്കാനൊക്കെയായിട്ട് ആവശ്യപ്പെടുന്നത്. അത് നമുക്ക് അടുത്ത ഒരു സന്ദർഭത്തിൽ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ഇപ്പോ ഈ ഗോപീ വസ്ത്രാഭരണ ലീലയിലൂടെ ആ ഗോപസ്ത്രീകളുടെ ശരീരാഭിമാനത്തെ ശരിക്ക് ഇല്ലാണ്ടാക്കുക. ഇപ്പോ ആ ശരീരചിന്തയും ദേഹാഭിമാനവും ജീവന് ചുരുങ്ങുന്ന സമയത്ത് ആ ശരീരധർമ്മങ്ങളൊന്നും ആർക്കും തടസ്സങ്ങളാവില്ല. അപ്പൊ നമുക്ക് ആ ശരീരത്തിലുള്ള ചിന്തയും ദേഹാഭിമാനവും ചുരുങ്ങുമ്പോ ആ ശരീരത്തിന്റെ ധർമ്മങ്ങള് ഒരു തടസ്സമായിട്ട് നമുക്ക് വരില്ല. അതാണ് തപസ് കൊണ്ട് ആദ്യം തന്നെ ഒരാൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ള അനുഭൂതി. അപ്പൊ ഈ അനുഭൂതി ശരിക്ക് ഗോപസ്ത്രീകള് അനുഭവിക്കുക. അവരുടെ തപസ്സിന്റെ ഫലമായിട്ട് അവരിൽ ഈ അനുഭൂതി വ്യക്തമായിട്ട് പ്രകാശിക്കുക. കാരണം അവര് ഭഗവാനെ, ദേവിയെ പൂജിച്ച് ഭഗവാനെ ആചരിക്കുന്നതോടുകൂടെ അവരുടെ ശരീരാഭിമാനം തന്നെ ഇല്ലാണ്ടാകുകയാണ്. വിശപ്പുണ്ടോ, ഭക്ഷണം കഴിച്ചോ, അതൊക്കെ അവര് മറക്കുക. വീട്ടുകാര്യങ്ങളോ അതിനെക്കുറിച്ച് തീരെ അതെന്തായാലും ആവട്ടെ. അതാ ഇപ്പൊ സാധാരണ കുറച്ചൊക്കെ നമുക്ക് ഭക്തി വരുമ്പോൾ നമ്മൾ ആ വീട്ടുകാര്യങ്ങളിലൊക്കെ ചില മറവിയൊക്കെ നമുക്ക് സാധിക്കും. എങ്കിലും ശരീരത്തിന്റെ ആ സമയത്തിന് ആഹാരം കഴിക്കുക, ആ ആഹാരം കിട്ടിയില്ലെങ്കിലുള്ള പരിഭ്രമം, അതുപോലും ഇല്ലാണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ശരീരത്തെ കുറിച്ചുള്ള ആ ഭാവം തീരെ ഇല്ലാത്തതായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് ഉയരുക. നോക്കൂ, ഇപ്പൊ ഗോപസ്ത്രീകള് പരാശക്തിയായിട്ടുള്ള ആ ദേവിയെയാണ് അവര് ആ തപസ്സിലൂടെ ആരാധിച്ചത്. അപ്പൊ തപസ്സിന്റെ ആരാധ്യ ദേവത ആ ദേവിയാണെങ്കിലും എല്ലാവരുടെയും വാക്കും വിചാരവും പ്രവൃത്തിയുമാകുന്ന 3 കരണങ്ങളും, അല്ലെങ്കിൽ ആ ഗോപസ്ത്രീകളുടെ വാക്കും വിചാരവും പ്രവൃത്തിയൊക്കെ എവിടെയാ? കൃഷ്ണനിലാണ് അവരെപ്പോഴും സമർപ്പിക്കുന്നത്. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോ ജ്ഞാനമൂർത്തിയായിട്ടുള്ള കൃഷ്ണനെ തന്നെ ആയിരിക്കണം അവര് ദേവീ സ്വരൂപത്തിൽ ആരാധിക്കാൻ തുടങ്ങി എന്ന് പറയേണ്ടത്. ആ ദേവിയും കൃഷ്ണനും രണ്ടല്ല എന്നുള്ള ഭാവം അവരുടെ ഉള്ളിൽ ഉണ്ടാവണം. ഏതായാലും ഇപ്പോ ഇഷ്ടദേവതയായിട്ട് ദേവിയല്ല, കൃഷ്ണനാണ് തപസ്സിന്റെ ഫലമായിട്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതും വരം കൊടുത്തതും. അപ്പൊ പിന്നെ ദേവിയായിട്ടും കൃഷ്ണനായിട്ടും ഒക്കെ വളർന്നത് ഒരേ തത്വമാണ് എന്ന് ബോധിക്കാനും അവർക്ക് കഴിയുണ്ടാവും. അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നേരത്തെ അവർക്ക് ആ ബോധം ഉണ്ടാവും. ഇപ്പോ ആ കൃഷ്ണന്റെ ആ ഭാവം ശരിക്ക് അവര് അനുഭവിക്കുകയാണ്. അതായത് അവരെല്ലാം മറന്ന് വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ കൃഷ്ണന്റെ ഓടക്കോളുടെ നാദം കേട്ടിട്ടാണ് അവര് ആ ഞെട്ടി പിന്തിരിഞ്ഞു നോക്കുന്നത്. അപ്പോഴാണ് ഈ മരത്തിന്റെ മുകളിൽ വസ്ത്രക്കെട്ടുമായിട്ട് കയറിയിരിക്കുന്ന കൃഷ്ണനെ കാണുന്നത്. അവർക്കാണെങ്കിലോ കുറച്ചൊരു ശരീരാഭിമാനമൊക്കെ ഉണ്ട്. അതുകൊണ്ട് വെള്ളത്തുനിന്ന് വേഗം കയറണം. കാരണം ഈ തണുപ്പിൽ ഒരുപാട് സഹിക്കാൻ വയ്യ എന്നുള്ള ഭാവം. വസ്ത്രം കിട്ടാണ്ട് കരയ്ക്ക് കയറാനും വയ്യ. ഭഗവാനാണ് വെച്ചാൽ വസ്ത്രം കൊടുക്കണമില്ല. ആകപ്പാടെ വിഷമിച്ചു. അപ്പോഴാണ് ആ വസ്ത്രം വെള്ളത്തിലേക്ക് എറിഞ്ഞു തരൂ എന്നൊക്കെയാണ് അവർ ആദ്യം ആവശ്യപ്പെടുന്നത്. പക്ഷെ യാചിക്കുന്നുണ്ടവര്. പക്ഷെ വെള്ളത്തിലേക്ക് ഇട്ടുതരാൻ വയ്യ. കരയ്ക്ക് കയറി വന്ന എല്ലാവരുടെയും വസ്ത്രങ്ങൾ തരാം എന്നാണ് ഭഗവാന്റെ വാദം. അത് അവർക്ക് കയറാനിട്ട് വയ്യ. കാരണം ശരീരാഭിമാനം കുറച്ച് അവരുടെ ഉള്ളിലുണ്ട്. അത് ആണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ചില ആളുകള് കൃഷ്ണനെ ആക്ഷേപിക്കുന്നുണ്ട്. വേറെ ചില ആളുകള് കൃഷ്ണനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നന്ദഗോപനോട് പറയുന്ന ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഭഗവാൻ വസ്ത്രം കൊടുത്തില്ല. അവരുടെ ന്യായങ്ങൾക്കൊക്കെ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് കൃഷ്ണൻ. ഏതായാലും അവസാനം ഗത്യന്തരമില്ല എന്ന് കണ്ടിട്ട് ശരിക്ക് ആ കൃഷ്ണപ്രേമം കൊണ്ട് എല്ലാം മറന്ന് അവരെല്ലാവരും കൂടെ കരയ്ക്ക് കയറി ഭഗവാനോട് വസ്ത്രം വാങ്ങി കൊടുത്തു. എന്തുദ്ദേശിച്ചിട്ടാണോ അവരുടെ തപസ് ഉണ്ടായിരുന്നത് അതിന്റെ ഫലത്തെ കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്തു. പറഞ്ഞില്ലേ ഭഗവാൻ, നല്ലൊരു ശരത്കാല രാത്രിയില് നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം, വൃന്ദാവനത്തിലെ യമുനാ തീരത്ത് വെച്ച് നിങ്ങളുടെ അഭീഷ്ടം സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവരെ ചരിതാർത്ഥകളാക്കിയിട്ട് അവരുടെ വീട്ടുകളിലേക്ക് അയച്ചത്. നോക്കൂ, ഇവിടെ ഗുണാതീതനായിട്ടുള്ള ഈശ്വരനെ ഗുണമയനും
നാമരൂപാത്മകനുമായിട്ട് ചിത്രീകരിച്ച് കാണിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാ? നമ്മളെ പോലുള്ള അജ്ഞാനികളെ ഉദ്ദേശിച്ചിട്ടാ. നമ്മളെ പോലുള്ള അജ്ഞന്മാർക്ക് ഈശ്വര മഹിമകളെ ഏതെങ്കിലും പ്രകാരത്തില് ഏതെങ്കിലും ഒരു ഭാവത്തിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നിർഗുണനായിട്ടുള്ള ഭഗവാനെ ഗുണസ്വരൂപത്തിൽ ചിത്രീകരിച്ചത്. അങ്ങനെ ചെയ്തു എന്നുള്ളത് കൊണ്ട് മനുഷ്യ സാധാരണങ്ങളായിട്ടുള്ള ഭാവങ്ങളും അഭിമാനങ്ങളും ഈശ്വരനുണ്ട് എന്ന് നമ്മൾ ധരിക്കരുത്. അങ്ങനെ ധരിക്കുമ്പോഴാണ് നമുക്ക് ഇതിലൊക്കെ അശ്ലീലം ഉണ്ടെന്ന് തോന്നുക. വാസ്തവത്തിൽ ഈശ്വരന്റെ മഹിമ എവിടെ കിടക്കണോ സാധാരണ ജീവന്മാർ എവിടെ കിടക്കുക. അപ്പോ ആ ഭാവങ്ങളൊന്നും അഭിമാനങ്ങളൊന്നും ഈശ്വരനുണ്ടെന്ന് കരുതാൻ പാടില്ല. അത് വലിയൊരു അബദ്ധമാണ്. സ്ത്രീ പുരുഷൻ ഇങ്ങനെയുള്ള ഭേദം കേവലം ശരീരത്തിന്റെ മാത്രമാണ്. ഒരിക്കലും ശരീരാഭിമാനം ഈശ്വരനില്ല എന്ന കാരണം കൊണ്ട് ഭഗവാനിൽ ആ സ്ത്രീ പുരുഷ ഭേദ ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോ ആ ഈ ശരീരാഭിമാനം ഈശ്വരനില്ല എന്ന ഭാവം കൊണ്ട് ഈശ്വരനെ ആ ശരീരഭാവത്തിൽ നോക്കുന്നത് പോലും പാപാണ്. അതുകൊണ്ടാണ് ഇവിടെ ഗോപികളുടെ വസ്ത്രാപഹരണവും അവരുടെ നഗ്നതാ പ്രദർശനവും ലൗകിക ദൃഷ്ടിയിലൂടെ നോക്കേണ്ടതോ മനുഷ്യ സാധാരണമായിട്ടുള്ള ഒരു വൈകാരിക വൃത്തിയുടെ സ്ഫുരണമോ അല്ല എന്ന് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം. എപ്രകാരം മറ്റ് ലീലകളൊക്കെ ബാഹ്യദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ ലോകത്തിന് അനുഗ്രഹവും അന്തർദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ ആധ്യാത്മിക ധർമ്മത്തെ പ്രതിപാദിക്കുന്നതുമാണോ അതുപോലെയാണ് ഈ വസ്ത്രാപഹരണമാകുന്ന ലീലയും ഏറ്റവും പാവനവും അതുപോലെ ലോകത്തെ അനുഗ്രഹിക്കാൻ ഉള്ള ആ ആധ്യാത്മിക ധർമ്മത്തിന്റെ വിശദീകരണമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. ഈ വസ്തുത രാസക്രീഡയില് അല്ലെങ്കിൽ രാസക്രീഡയാകുന്ന ആ മഹാലീലയുടെ വർണ്ണനത്തില് ഇത് തികച്ചും വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഗോപികളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുകയാണ് ഭഗവാൻ തന്റെ ആ സൂൾ സംഘത്തോടും പശുക്കളോടും കൂടെ ഗ്രാമത്തിൽ നിന്ന് വളരെ വിദൂരത്തുള്ള ഒരു കാട്ടിലേക്കാണ് പിന്നെ പോയത്. അപ്പൊ ഇവിടെ ശരിക്ക് ഈ വസ്ത്രാപഹരണ ലീല ഗോപികളുടെ ശരീരാഭിമാനത്തെ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കാൻ. ഇപ്പൊ ഈ ശരീരാഭിമാനം വളരുന്നത് വസ്ത്രത്തിലുള്ള ആസക്തിയിലൂടെയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇല്ലാണ്ടാവണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ നല്ലൊരു പട്ടുസാരി ഉടുത്തിട്ട് അമ്പലത്തിലേക്ക് പോയി എന്ന് വിചാരിക്കുക. അന്ന് കഷ്ടകാലത്തിനൊരു ചാറ്റില് മഴയും ഉണ്ട് എങ്കിൽ നമ്മളിപ്പോ ഈ ശ്രീരഥത്തിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് കുറച്ച് ചെളിയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് നമസ്കരിക്കുകയോ? നമസ്കരിക്കില്ല. എന്താ കാരണം? എന്റെ വസ്ത്രത്തില് ചെളിയായാലോ എന്ന് പേടിച്ചിട്ടാ. അപ്പൊ നമുക്ക് ഈശ്വരനേക്കാളും കൂടുതൽ പ്രാധാന്യം ശരീരത്തിനോടും വസ്ത്രത്തിനോടൊക്കെയാണ്. അപ്പൊ അതില്ലാണ്ടായാലേ ഇതൊന്നും അല്ല ഈശ്വരനെ പ്രാപിക്കേണ്ട മാർഗം. അപ്പൊ അതൊക്കെ ഇല്ലാണ്ടാവണം എങ്കിലേ ഈശ്വരനെ പൂർണ്ണമായിട്ട് ശരീരാഭിമാനത്തിന്റെ ഒരു കണിക പോലും നമ്മുടെ ഉള്ളിൽ വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അഹങ്കാരത്തിന് കാരണമാവും. ഈ അഹങ്കാരം ജീവനെ ഈശ്വരനിൽ നിന്ന് അകറ്റുകയും ചെയ്യും. അപ്പൊ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഭഗവാൻ അവിടെ ആ വൃക്ഷങ്ങളുടെ മഹാത്മ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ? എല്ലാവർക്കും തണലും കുളിർമയും കൊടുക്കുന്ന ഈ വൃക്ഷങ്ങളുടെ സേവനം എത്ര വലുതാണെന്നാണ്. യാതൊരു പ്രതിഫലം ഇച്ഛിക്കില്ല. അപ്പൊ നമ്മളൊക്കെ ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിന്റെ പ്രതിഫലത്തെ കൂടെ ഇച്ഛിച്ചിട്ടാണ് നമ്മൾ ഓരോ കർമ്മം ചെയ്യുക. നമുക്ക് പക്ഷെ വിശേഷ ബുദ്ധിയൊക്കെ ഉണ്ട്. എന്തൊക്കെ നമ്മൾ സപ്താഹം കേട്ടിട്ടുണ്ട്, സത്സംഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രതിഫലിച്ചൊന്നും കൂടാണ്ട് വേണം കർമ്മങ്ങൾ ചെയ്യാൻ. പക്ഷെ നമ്മളത് ചെയ്യാനൊന്നും നമ്മുടെ മനസ്സ് അത്രയൊന്നും വികസിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഈ വൃക്ഷങ്ങളുടെ അവസ്ഥ നോക്കൂ, അതിന് വിശേഷ ബുദ്ധിയൊന്നുമില്ല. പക്ഷേ അത് ചെയ്യുന്ന പ്രവൃത്തി ഒരു പ്രതിഫലവും ഇങ്ങോട്ട് കിട്ടണം എന്ന് വിചാരിച്ചിട്ടല്ല. ഒക്കെ ശരിക്ക് ആ ത്യാഗേന ഐകേന അമൃതത്വമാനശു എന്ന തത്വത്തെ കാണിക്കാനുള്ള ഭാവമാണ് ഈ വൃക്ഷങ്ങളുടെ ഒക്കെ, അല്ലെ? ഇപ്പോ ആ വൃക്ഷങ്ങളുടെ ഇടയില് ഈ ശത്രു മിത്രം ഉദാസീനൻ എന്ന ഭാവനയൊന്നുമില്ല. അതായത് തന്റെ ശത്രുവായിട്ടുള്ള ആളാണ്. ഒരു വെട്ടുകാരൻ വന്നു ആ വൃക്ഷത്തിന്റെ കടക്കൽ വന്ന് വെട്ടുകയാണെന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് ഇതൊക്കെ ഏകാദശത്തിൽ ഇതിനെ ഗുരുനാഥന്മാരായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഈ വെട്ടുകാരന് തണല് കൊടുക്കുക ആ മരം വീഴുന്നത് വരെ എന്നാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ വൃക്ഷങ്ങള് ത്യാഗം കൊണ്ടും ധർമ്മനിഷ്ഠ കൊണ്ടും മനുഷ്യനെ പോലും അതിക്രമിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. കേവലം സ്ഥാപനങ്ങളും ജഡബുദ്ധികളുമായിട്ടുള്ള ഈ കാട്ടുവൃക്ഷങ്ങൾക്ക് പോലും ഇത്രയധികം ധർമ്മനിഷ്ഠ ഉള്ളത് കൊണ്ട് വിശേഷ ബുദ്ധിയും വിവേകമുള്ള മനുഷ്യന് എത്ര ധർമ്മനിഷ്ഠ ഉണ്ടാകണമെന്ന് കാണിച്ചു തരികയാണ്. അപ്പോ എന്നാൽ വൃക്ഷങ്ങളോളം കൂടി ഒരു ധർമ്മനിഷ്ഠയോ ത്യാഗബുദ്ധിയോ മനുഷ്യനില്ലെങ്കിൽ വാസ്തവത്തിൽ മനുഷ്യന്റെ ജന്മം ശരിക്കും ലജ്ജിക്കേണ്ടതാണെന്ന് കാണിച്ചു തരികയാണ്.
ഇങ്ങനെ ആ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയെ കുറിച്ച് ഭഗവാൻ ആ ഗോപന്മാരെ ശരിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മനുഷ്യ ശരീരം എടുത്തോ, ആ ശരീരം കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ, നേരത്തെ പറഞ്ഞില്ലേ ഈ തപസ് എന്താണെന്ന് ചോദിച്ചാൽ ധന്യ തപസ്. നമ്മുടെ ശരീരത്തിന്റെ ക്ലേശത്തെയൊക്കെ നമ്മൾ മറക്കുക, എന്നിട്ടോ ആ ശരീരത്തിന്റെ ആ ശരീരം കൊണ്ട് മറ്റുള്ളവർക്ക് ക്ഷേമമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മുടെ ഭാവത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. അപ്പൊ നോക്കൂ, ഈ മറ്റുള്ളവർക്ക് ക്ഷേമം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ക്ഷേമമായിട്ട് ഭവിക്കും. കാരണം ഈ മറ്റുള്ളവരുടെ ഉള്ളിലുള്ളതും നമ്മുടെ ഉള്ളിലുള്ളതും ഒരേ ഈശ്വരനാണ്. അപ്പൊ മറ്റുള്ളവർക്ക് സുഖാകുക എന്ന് വെച്ചാൽ നമുക്കും സുഖാകുക എന്നുള്ളതാണ് അതിന്റെ താല്പര്യം. അപ്പോ നമ്മൾ നമ്മുടെ സുഖത്തിന് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറയും, അവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരേണം. നമ്മൾ നമ്മുടെ സുഖത്തിനായിട്ട് ഏതൊക്കെ കർമ്മം ചെയ്യണോ ആ കർമ്മത്തിന്റെ ഫലമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന സുഖം നമ്മൾ മാത്രം അനുഭവിച്ചാൽ പോരാ, ലോകത്തിന് മുഴുവൻ ക്ഷേമത്തെ ഉണ്ടാക്കി കൊടുക്കണം. ഈ നിലയിലാണ് നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ ലോകം എത്ര നേരിയാകുമെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ആ നിലയിൽ വേണം, എങ്കിലേ നമ്മളൊക്കെ മനുഷ്യന്മാരാവുള്ളൂ. അല്ലെങ്കിലോ മൃഗങ്ങൾ എന്ന് പോലും പറയാൻ പറ്റില്ല, സ്ഥാപനങ്ങൾ എന്ന് പോലും പറയാൻ പറ്റില്ല. നമ്മൾ അതിനേക്കാളും താഴേക്ക് എന്തെങ്കിലും വല്ല ഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും. അത് അങ്ങനെ അതായത് ചിത്രീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ ഈ മനുഷ്യജന്മാണ് സർവശ്രേഷ്ഠമായിട്ടിരിക്കുന്നത്. ദേവന്മാരെക്കാളും ഉത്കൃഷ്ടമാണ് ഒരു മനുഷ്യജന്മം എന്നുള്ളത്. അപ്പൊ ആ മനുഷ്യജന്മം കൊണ്ട് ചെയ്യേണ്ടത് ഇതുപോലെയൊക്കെയുള്ള പരോപകാര പ്രവൃത്തിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ശരീരം കിട്ടിയിരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാഞ്ഞാൽ ആ മൃഗങ്ങളെക്കാളും നികൃഷ്ടമായിട്ടൊരു ജന്മമായിട്ടാണ് പിന്നെ അത് അധപ്പതിക്കാനായിട്ട് പോകുക. ഇപ്പൊ നമുക്ക് മനുഷ്യജന്മത്തിലാണ് നമ്മള്. പക്ഷെ അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാതെ തനി സ്വാർത്ഥന്മാരായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അടുത്ത് കിട്ടുന്ന ജന്മം അത് തീർച്ചയായിട്ടും നികൃഷ്ട ജന്മം തന്നെയായിരിക്കും. പിന്നെ അതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? അതിലും വെച്ച് അനുഭവിക്കുക എന്നല്ലാണ്ട്. അപ്പൊ അതുകൊണ്ട് കിട്ടിയ ഈ മനുഷ്യജന്മം കൊണ്ട് നേടേണ്ടതായിട്ടുള്ള ആത്മസാക്ഷാത്കാരത്തിന് പറ്റിയ പ്രവൃത്തി, അതായത് ആ അന്തരീക്ഷം എന്താ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കഴിവനുസരിച്ച് ഉപകാരം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ കൂടി ഒന്ന് കാണിച്ചു തന്നിട്ടാണ് ഇനി യജ്ഞപത്നിമാരെ ഭഗവാൻ അനുഗ്രഹിക്കുക. ഈ കർമ്മമൊക്കെ ചെയ്യുമ്പോൾ ആ കർമ്മത്തിന്റെ പിന്നിൽ വേണ്ടത് ഭക്തിയാണ്. ഭക്തി ഇല്ലാണ്ട് കർമ്മം ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത് നമ്മളെ വെറും അന്ധമായിട്ടുള്ള കർമ്മ ഭാവത്തിൽ കൊണ്ട് തള്ളിവിടുകയുള്ളൂ. അതുകൊണ്ട് പൂർണ്ണതയൊട്ട് കിട്ടൂല. അപ്പൊ ഭക്തി തന്നെ വേണം. ഭക്തി വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കർമ്മത്തിന്റെ ആവശ്യമില്ല അവിടെ. അതാണ് ഈ യജ്ഞപത്നിമാരുടെ കാര്യത്തിലും ഇനി അടുത്ത് ആ ഇന്ദ്രയാഗത്തിന്റെ കാര്യത്തിലൊക്കെ ഭഗവാൻ കാണിച്ചു തരുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ഏതായാലും ഇന്നത്തെ സത്സംഗം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ച് ഇന്നിവിടെ നിർത്താം. ബാക്കി ഭാഗം അടുത്ത ദിവസം. ഹരി ഓം തത്സത്. ഇനി ആർക്കെങ്കിലും വല്ല സംശയം എന്താ വെച്ചാൽ അത് നിവാരണം ചെയ്യാനുള്ള സമയമാണ്. വേണ്ടവര് അത് ആർക്കെങ്കിലും ഉള്ള കാര്യങ്ങൾ